ഹലോ, ഇന്ന് നമുക്കൊരു മെക്സിക്കൻ സ്റ്റൈൽ നാച്ചോസ് ഉണ്ടാക്കാൻ നോക്കിയാലോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് എൻ്റേതായിട്ടൊരു പ്രിപ്പറേഷനാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ കുറച്ച് ഒനിയനും ഗാർലിക്കും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടായി. ഇതിലേക്ക് നമുക്ക് മിൻസ് ചെയ്ത ബീഫ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 കിലോ മിൻസ്ഡ് ബീഫാണ് എടുത്തേക്കുന്നത്. നമുക്കിത് ബട്ടറിലൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ മാറി ഈ പരുവാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടി ചേർക്കുന്നത് കാണിക്കാൻ മിസ്സായിട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. എല്ലാം ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാൻ ക്രഷ്ഡ് ടൊമാറ്റോസാണ് ആഡ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് ഫ്രഷ് വേണമെങ്കിലും ചേർക്കാം. ഇവിടെ പിന്നെ വിൻ്ററൊക്കെ ആയിക്കഴിയുമ്പോൾ ടൊമാറ്റോസിന് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഞാൻ ടോപ്പിക്സിന് മാത്രമാണ് ഫ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടിയത് ഈ കിഡ്നി ബീൻസാണ് കേട്ടോ. ഞാനിവിടെ ക്യാൻഡ് ബീൻസാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് ഒറിജിനൽ രാജ്മ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ നാച്ചോസ് ഉണ്ടാക്കുമ്പോൾ ഈ ഫ്ലേവേഡാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിതിവിടെ ആ ഒരു ടിൻ മൊത്തം ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാല ചേർക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് മസാലയാണ് ചേർക്കുന്നത്. നാച്ചോസിൻ്റെ റെസിപ്പി ബേസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മേടിക്കാൻ കിട്ടുന്ന ഒരു മസാല കേട്ടോ. അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് ഞാനിതിൻ്റെ ഒരു 1/2 പാക്കറ്റ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മിക്സിന് നല്ലൊരു മണം കേട്ടോ. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് മിക്സ് ചെയ്താൽ നമ്മുടെ കിഡ്നി ബീൻസ് കുഴഞ്ഞു പോകല്. അപ്പോൾ ഭയങ്കരമായിട്ട് കുഴഞ്ഞിരിക്കും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. അത് കുറച്ച് ഏറെ വേണം കേട്ടോ. അപ്പം ഞാനത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് അതിൻ്റെ പകുതി ഇപ്പം ഈ മിക്സിലേക്ക് ചേർക്കാം. ബാക്കി നമുക്ക് മാറ്റി വെച്ചേക്കാവേ. ഇനി നമുക്ക് കുറച്ച് അവക്കാഡോയും ടൊമാറ്റോയും കൂടെ കട്ട് ചെയ്തെടുക്കാം. രണ്ടും ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യാം. അടുത്ത നമുക്ക് വേണ്ടത് കോൺ ചിപ്സ് ആണേ. അത് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ടൊറിറ്റോസാണ്. അത് നമുക്ക് ഈ എയർ ഫ്രയർ ബാസ്ക്കറ്റിൽ ഇതുപോലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് മിൻസിൻ്റെ മിക്സ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ചേർക്കാം. ഞാനിവിടെ കുറച്ചേറെ ഒനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവക്കാഡോയും ടൊമാറ്റോയും ഇട്ട് കൊടുക്കാവേ. അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്. അത് ഞാൻ കുറച്ചേറെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രേറ്റഡ് ചീസാണ്. ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തേക്കുന്നത്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ഫ്രയറിൽ ഒരു 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് വയ്ക്കാം. അപ്പോൾ ആ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ നാച്ചോസ് ഇതുപോലെ റെഡിയായി കിട്ടുമേ. നല്ല പറ്റിയൊരു ഈവനിങ് സ്നാക്കാട്ടോ. നമുക്ക് TV ഒക്കെ കണ്ടിരുന്ന് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണേ. എന്നാൽ പിന്നെ സമയം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ബൈ.